ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രമേയം ലോക്സഭ പരിഗണിക്കുന്നു. കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കായി കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. എറണാകുളത്ത് 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. പാചകവാതകത്തിന്റെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. ജുഡീഷ്യറിയിലെ അഴിമതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 8ാം ക്ലാസ് പാഠപുസ്തകം പിൻവലിച്ച് NCERT. CISF സ്ഥാപക ദിനത്തിൽ ആശംസകൾ നേർന്ന ഉപരാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. സ്പീക്കർ ഓം ബിർളയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രമേയം ലോക്സഭ പരിഗണിക്കുകയാണ്. കോൺഗ്രസ് അംഗം മുഹമ്മദ് ജാവേദാണ് പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയത്തിന്മേലുള്ള ചർച്ചകൾ സഭയിൽ പുരോഗമിക്കുന്നു. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. 12 മണിവരെ നിർത്തിവച്ച ലോക്സഭാ നടപടികൾ പിന്നീട് പുനരാരംഭിക്കുകയായിരുന്നു. രാജ്യസഭയിലും നടപടികൾ പുരോഗമിക്കുകയാണ്. വിവിധ മന്ത്രാലയങ്ങളുടെയും വകുപ്പുകളുടെയും റിപ്പോർട്ടുകൾ കേന്ദ്രമന്ത്രിമാർ സഭയുടെ പരിഗണനയ്ക്ക് വച്ചു. വിവിധ പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ടുകളും ഇന്ന് സഭയിൽ സമർപ്പിച്ചു. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് വാക്കൌട്ട് ചെയ്തു. SIR പ്രക്രിയ സംബന്ധിച്ച കാര്യങ്ങൾ സഭ ചർച്ച ചെയ്യണമെന്ന് തൃണമൂൽ MP ഡെറക് ഒബ്രിയാൻ ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയും ആവശ്യം ഉന്നയിച്ചു. കാർഷിക മേഖലയിൽ രാജ്യം മികച്ച നേട്ടം കൈവരിക്കുന്നതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജനയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ലോക്സഭയിൽ മറുപടി നൽകുകയായിരുന്നു കേന്ദ്രമന്ത്രി. രാജ്യത്തെ ഭക്ഷ്യ ഉൽപാദനം കഴിഞ്ഞ 10 വർഷത്തിൽ 44% വർദ്ധിച്ചതായും അദ്ദേഹം പറഞ്ഞു. കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കും ഭക്ഷ്യ ഉൽപാദനം വർദ്ധിപ്പിക്കാനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. बताते हुए प्रसन्नता है, चावल के उत्पादन में भारत ने चीन को पीछे छोड़ के आज भारत दुनिया में नंबर 1 हो गया है. चाहे चावल हो, चाहे गेहूं हो, चाहे सरसों हो, चाहे सोयाबीन हो, हमने उत्पादन में अभूतपूर्व वृद्धि की है. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. എറണാകുളത്ത് 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്. BPCL കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയിലെ 5,500 കോടി രൂപയുടെ പോളി പ്രൊപ്പലിൻ യൂണിറ്റിന് പ്രധാനമന്ത്രി നാളെ തറക്കല്ലിടും. 2,650 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച തലപ്പാടി ചെങ്കള 6-വരിപ്പാത, 2,140 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച വെങ്ങളം രാമനാട്ടുകര 6-വരി ബൈപ്പാസ് പാത എന്നീ 2 പ്രധാന ദേശീയപാത പദ്ധതികൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന പ്രകാരം സംസ്ഥാനത്ത് നിർമ്മിച്ച 23 ഗ്രാമീണ റോഡുകളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി കൊച്ചിയിൽ നിർവഹിക്കും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ പുനർവികസിപ്പിച്ച ഷൊർണൂർ ജംഗ്ഷൻ, കുറ്റിപ്പുറം, ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനുകൾ ശ്രീ മോദി ഉദ്ഘാടനം ചെയ്യും. ഷൊർണൂർ നിലമ്പൂർ റോഡ് റെയിൽപാത വൈദ്യുതവത്കരണ പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന അദ്ദേഹം പാലക്കാട് പൊള്ളാച്ചി ട്രെയിൻ സർവീസിന്റെ ഫ്ളാഗ് ഓഫും നിർവഹിക്കും. കൊല്ലം ജില്ലയിലെ വെസ്റ്റ് കല്ലടയിൽ 50 മെഗാവാട്ട് ശേഷിയുള്ള ഫ്ലോട്ടിംഗ് സോളാർ പദ്ധതിക്കും പ്രധാനമന്ത്രി തറക്കല്ലിടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ധീവരസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളും പ്രധാനമന്ത്രി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ BJP സംഘടിപ്പിക്കുന്ന വികസിത കേരളം മോദിക്കൊപ്പം പരിപാടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. 10,000-ഓളം പാർട്ടി പ്രവർത്തകർ അണിനിരക്കുന്ന റോഡ് ഷോയിലും അദ്ദേഹം പങ്കെടുക്കുമെന്ന് BJP നേതൃത്വം അറിയിച്ചു. തുടർന്ന് തമിഴ്നാട് സന്ദർശിക്കുന്ന ശ്രീ മോദി തിരുച്ചിറപ്പള്ളിയിൽ 5,650 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. പാചകവാതകത്തിന്റെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി.
ഗാർഹിക LPG വിതരണത്തിന് സർക്കാർ മുൻഗണന നൽകിയിട്ടുണ്ടെന്നും പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും ഒഴിവാക്കാൻ സിലിണ്ടർ ബുക്കിംഗുകൾക്കിടയിൽ 25 ദിവസത്തെ ഇടവേള ഏർപ്പെടുത്തിയതായും വിജ്ഞാപനത്തിൽ പറയുന്നു. LPG ഉൽപാദനം വർദ്ധിപ്പിക്കാനും അധിക ഉൽപാദനം ഗാർഹിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാനും എണ്ണ ശുദ്ധീകരണശാലകൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. നിലവിലെ ഭൌമരാഷ്ട്രീയ തടസ്സങ്ങളും LPG വിതരണത്തിലെ പരിമിതികളും കണക്കിലെടുത്താണ് നടപടി. ഗാർഹികേതര LPG വിതരണത്തിൽ ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയ അവശ്യ മേഖലകൾക്ക് മുൻഗണന നൽകുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ജുഡീഷ്യറിയിലെ അഴിമതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ഉൾപ്പെടുത്തിയ 8ാം ക്ലാസ് സാമൂഹിക പാഠപുസ്തകം പിൻവലിച്ച് NCERT. പുസ്തകം പൂർണ്ണമായും പിൻവലിക്കുന്നതായും സംഭവത്തിൽ മാപ്പ് അപേക്ഷിക്കുന്നതായും NCERT അറിയിച്ചു. പ്രസ്തുത പാഠപുസ്തകത്തിന് നിരോധനം ഏർപ്പെടുത്തി സുപ്രീംകോടതി 2 ആഴ്ച മുൻപ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ജുഡീഷ്യറിയുടെ അന്തസ്സ് തകർക്കാനുള്ള നീക്കമാണെന്ന് വിമർശിച്ചുകൊണ്ടായിരുന്നു ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി. പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി. ചീഫ് ഇലക്ടറൽ ഓഫീസർ, പോലീസ് നോഡൽ ഓഫീസർ, CRPF എന്നിവരുമായി കമ്മീഷൻ ഇന്ന് യോഗം ചേർന്നു. ചീഫ് സെക്രട്ടറി, DGP, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുമായും കമ്മീഷൻ ഇന്ന് ചർച്ച നടത്തും. ബൂത്ത് ലെവൽ ഓഫീസർമാരുമായും സംവദിക്കും. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് സംസ്ഥാനതല മത്സരം തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. CBC PIB കേരള ലക്ഷദ്വീപ് അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിസ്വാമി ചടങ്ങിൽ അധ്യക്ഷനായി. CISF സ്ഥാപക ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ. CISFന്റെ പ്രതിബദ്ധതയും കാര്യക്ഷമതയും പ്രശംസനീയമാണെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യവികസനത്തിലും പുരോഗതിയിലും CISF നിർണായക സംഭാവന നൽകുന്നതായി പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. മുസ്ലിം രാജ്യങ്ങൾ ഇസ്രായേലിനെ ദ്രോഹിക്കുന്നത് ഇന്ത്യ സഹിക്കില്ലെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ പറഞ്ഞതായി സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയുടെ അഭ്യർത്ഥന പ്രകാരം ഇസ്രായേൽ അടുത്തിടെ അഫ്ഗാൻ താലിബാന് $3 ബില്യൺ അനുവദിച്ചുവെന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. ഇത് AI നിർമ്മിത വ്യാജ വീഡിയോയാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെയും ഗൾഫ് മേഖലയിലെയും നിലവിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യുന്നതിനായി വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി ശ്രീപ്രിയ രംഗനാഥൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുമായി ഇന്നലെ വെർച്വൽ യോഗം ചേർന്നു. സംസ്ഥാനങ്ങളുമായും കേന്ദ്രഭരണ പ്രദേശങ്ങളുമായുമുള്ള ഏകോപനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികൾ യോഗം ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സമൂഹമാധ്യമങ്ങളിലെ വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ ഉള്ളടക്കം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ടെക്നോളജി നിയമം 2023 ഭേദഗതികൾ റദ്ദാക്കിയ ബോംബെ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്ത് കേന്ദ്ര സർക്കാർ സമർപ്പിച്ച ഹർജി പരിശോധിക്കാൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് തീരുമാനം കൈക്കൊണ്ടത്. അതേസമയം ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ച 2024 ബോംബെ ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 457 പോയിന്റ് ഉയർന്ന് 78,023-ലും നിഫ്റ്റി 157 പോയിന്റ് നേട്ടത്തിൽ 24,185-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 520 രൂപ വർദ്ധിച്ച് 1,19,080 രൂപയും ഗ്രാമിന് 14,885 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാൻ US ഇസ്രായേൽ സംഘർഷത്തിനിടയിലും അസംസ്കൃത എണ്ണയ്ക്ക് വില കുറഞ്ഞു. കഴിഞ്ഞ ദിവസത്തേക്കാൾ ഏകദേശം 8.5% വില കുറഞ്ഞ് ബാരലിന് $92.5 ലോകത്തിലെ എണ്ണ വിതരണ ശൃംഖലയിൽ നിർണായകമായ ഇറാൻ തീരത്തെ ഹോർമൂസ് കടലിടുക്ക് അടച്ചത് ഉൾപ്പെടെ ആഗോള വിപണിയെ ബാധിച്ചിരുന്നു. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ കയറ്റുമതി തടയാൻ ശ്രമിച്ചാൽ ഇറാനെതിരെ സൈനിക നടപടി ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംഘർഷം പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ അവസാനിക്കുമെന്നും US പ്രസിഡന്റ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അമേരിക്കൻ സൈന്യം ഇറാന്റെ വ്യോമ നാവിക സേനകൾക്ക് ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തിയതായും ട്രംപ് അറിയിച്ചു. എന്നാൽ സംഘർഷം എപ്പോൾ അവസാനിക്കണമെന്ന് അമേരിക്കയല്ല തീരുമാനിക്കുകയെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് പ്രതികരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ പ്രമേയം ലോക്സഭ പരിഗണിക്കുന്നു. കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കായി കേന്ദ്ര സർക്കാർ നിരവധി നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. എറണാകുളത്ത് 10,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. പാചകവാതകത്തിന്റെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. ജുഡീഷ്യറിയിലെ അഴിമതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 8ാം ക്ലാസ് പാഠപുസ്തകം പിൻവലിച്ച് NCERT. CISF സ്ഥാപക ദിനത്തിൽ ആശംസകൾ നേർന്ന ഉപരാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.